ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം
you feel it? Rose water smell alle, muttu kaikana shell alle. Hattu meetini drolle, binnu kittiya janmalle, Disney doctor bommalle. Sanjilo paana chadalle, wali patini chadalle, nino tila chadalle. നിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്, അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, என்ன தெரியுமா? என்ன അറിയുമോ? എടി അറിയുമോന്ന്? കത്തി താഴെയിടും, കത്തി താഴെയിടും. ഇല്ല, അറിയില്ല. Do you know me? അറിയുമോന്ന് ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. Are you sisters? മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. എന്നെ ഒറ്റുമൈ. Your good name? Good night. അയ്യോ, അവര് പേരാ ചോദിച്ചത്. തന്നെ ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങൾക്കറിയാം. Ni
ഉണ്ടായിരുന്നു. അവരുടെ എനർജി. അച്ഛൻ അമ്മായി ഇത്രയും ഡാൻസ് കളിക്കുമായിരുന്നു. അച്ഛൻ അറിയാമല്ലോ ഇത്രയും അമ്മായി ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. അറിയാമല്ലോ പണ്ടുപോലെ ഡാൻസറായിരുന്നു. അറിയോ പ്രോത്സാഹനം. പൊതുവെ ഡാൻസ് കുടുംബമാണ്. ഇവർക്ക് ദൈവം അതെ ഇവർക്ക് ദൈവം കൊടുത്ത അവരുടെ കുടുംബത്തിന് കൊടുത്തൊരു കഴിവാണ് ഡാൻസ്. കുടുംബപരമായിട്ട് അത് 2 പരിപാടിക്ക് ശേഷം അച്ഛന്റെ ഡാൻസ് ഉണ്ട്. നമ്മൾ അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. പക്ഷെ അവരവിടെ നിന്ന് പുറകെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയല്ല, അടിച്ചു പൊളിച്ച് കൈ അടിച്ച് നല്ലവണ്ണം ഒന്ന് പ്രോത്സാഹിപ്പിച്ചവരെ. എന്റെ അടിപൊളി എന്നിട്ട് അവിടെ കോസ്റ്റ്യൂമ്, പിന്നെ തന്നെയല്ല എത്ര നേരം ഉണ്ടായിരുന്നു, എത്ര പാട്ട് മിക്സിങ് ആയിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇവരുടെ ഡാൻസിനേക്കാൾ ഉപരിയായി ചിന്തിക്കേണ്ട എന്നാണ് ഇവർ അതിനു വേണ്ടി കൊടുത്തൊരു ടൈം. ഇപ്പൊ എനിക്ക് ഷെയിം തോന്നുവാണ്, ഞാനൊന്നും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. അവരൊക്കെ എത്രയോ നാളായിട്ട് ആ കോസ്റ്റ്യൂമിന് വേണ്ടി കഷ്ടപ്പെട്ടു, ഇത്രയും സമയം ചെലവഴിച്ചു, അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഫുഡ് ഉണ്ടാക്കി. ശരിക്കും ഹാറ്റ്സ് ഓഫ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അടുത്തത് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ, വീഞ്ഞ് പഴകും തോറും അല്ലേ അച്ഛാ വീര്യം കൂടുവന്ന് കണ്ടില്ലേ. ഒരു പ്രാവശ്യം കഴിയുന്തോറും പ്രോഗ്രാം അടിപൊളിയായിട്ട് കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും പോകരുത്. നമ്മളെ യൂത്തന്മാരവിടെ ഇപ്പൊ ഉണ്ട് ഡിഫറെന്റ് കോസ്റ്റ്യൂമില്. അതിനു മുമ്പിട്ടായി നമ്മളുടെ നിങ്ങൾക്കറിയാമോ നമ്മുടെ ഏലിയാസ് അച്ഛന് നല്ലവണ്ണം കവിത ചൊല്ലുന്ന ആളാണ്. അറിയുമോ? അറിയുമായിരുന്നോ? അറിയില്ല, കേട്ടോളൂ. ഓക്കെ. വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി? ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി? ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി? ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി? ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീ എന്തിനു നായികയായി? ഞാൻ നടന്ന വഴികളിലൊക്കെ നീ എന്തിനു തണൽ മരമായി? ഞാൻ കണ്ട കിനാക്കളിലൊക്കെ നീ എന്തിനു നായികയായി? ഞാൻ നടന്ന വഴികളിലൊക്കെ നീ എന്തിനു തണൽ മരമായി? ഞാൻ എഴുതിയ വരികൾക്കൊക്കെ നീ എന്തിനീണം നൽകി? ഞാൻ പാടിയ പാട്ടുകൾക്കൊക്കെ നീ എന്തിനു താളം നൽകി? ഞാൻ നനഞ്ഞ മഴകളിലൊക്കെ നീ എന്തിനു കുളിരായി വന്നു? ഞാൻ വരച്ച ചിത്രങ്ങൾക്ക് നീ എന്തിനു ജീവൻ നൽകി? ഞാൻ നനഞ്ഞ മഴകളിലൊക്കെ നീ എന്തിനു കുളിരായി വന്നു? ഞാൻ വരച്ച ചിത്രങ്ങൾക്ക് നീ എന്തിനു ജീവൻ നൽകി? ഞാൻ ഉറങ്ങിയ നിശകളിലൊക്കെ നീ എന്തിനു താരാട്ടായി?
ഞാനിറുത്ത പനിനീർപ്പൂവിന് നീ എന്തിനു പരിമളമായി? ഞാനുറങ്ങിയ നിശകളിലൊക്കെ നീ എന്തിനു താരാട്ടായി? ഞാനിറുത്ത പനിനീർപ്പൂവിന് നീ എന്തിനു പരിമളമായി? സായാഹ്നങ്ങളിൽ നീ എന്തിനു പ്രണയിനിയായി? ഞാൻ തളർന്ന വേനലിലൊക്കെ നീ എന്തിനു പുതുമഴയായി? ഞാനിരുന്ന സായാഹ്നങ്ങളിൽ നീ എന്തിനു പ്രണയിനിയായി? ഞാൻ തളർന്ന വേനലിലൊക്കെ നീ എന്തിനു പുതുമഴയായി? ഞാൻ കരഞ്ഞ രാവുകളിൽ നീ എന്തിനെമ്മിഴിയായി? ഞാൻ കരഞ്ഞ രാവുകളിൽ നീ എന്തിനെമ്മിഴിയായി? ഞാൻ നിന്റെ ആരാണെന്ന് നീയൊന്ന് ചൊല്ലിയിടും. ഞാൻ നിന്റെ ആരാണെന്ന് നീയൊന്ന് ചൊല്ലിയിടും. നീയൊന്ന് ചൊല്ലിയിടും. നീയൊന്ന് ചൊല്ലിയിടും. സൂപ്പറായിരുന്നു. ഞാൻ നോക്കുമായിരുന്നു കവിതയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ കവിത സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് റോജന് വിടില്ല. ഞാനിത് കണ്ടില്ല. കവിതയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, എന്നാൽ കല്യാണം കഴിഞ്ഞതോടുകൂടി എന്റെ കവിത നഷ്ടപ്പെട്ടു പോയെന്ന് എപ്പോഴും പറയാറുള്ള റോജമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ കവിത, അച്ഛൻ്റെ ഈ കവിത സമർപ്പിക്കുകയാണ്. ഞാനത് ചോദിക്കണമെന്ന് ഓർത്തതാണ്, പക്ഷെ ശരിയാണോ എന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് ചോദിച്ചത്. അച്ഛൻ ആരെയും മനസ്സിലോർത്താണ്. അങ്ങനെയല്ല, അങ്ങനെ വരണമെന്നില്ല. എന്നാലും അങ്ങനെയും വരാം അല്ലേ? അമ്മായി ഇവിടെയൊന്നും ഇല്ലേ? അമ്മായിയെ മനസ്സിലോർത്തുകൊണ്ട്. പക്ഷെ ആ കവിതയ്ക്ക് ഒരു ഭയങ്കര ജീവൻ തന്നെയുണ്ട് അല്ലേ അച്ഛാ? അല്ലെ, അടിപൊളിയായിരുന്നു. നമ്മളാണെങ്കിൽ കവിത ചൊല്ലുന്ന അച്ഛന്മാരെ കണ്ടിട്ടില്ല അല്ലേ? അത് നമ്മുടെ യാക്കും സമയം മാത്രമേ ഉള്ളൂ അച്ഛാ, എല്ലായിടത്തും അല്ലേ? നമ്മുടെ ഒരു ഭാഗ്യമേ കവിത ചൊല്ലുന്ന അച്ഛനെ, പാട്ട് പാടുന്ന അച്ഛനെ, പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന അച്ഛനെ, ആ അച്ഛന്മാരെ നിങ്ങൾ കണ്ടിട്ടോ? അതും നമുക്കുണ്ട്. ഇതൊക്കെ നമ്മുടെ സഭയുടെ ഒരു അമ്മായി ഇവിടെ ഉണ്ടായിരുന്നോ? അത് നമ്മുടെ സഭയുടെ ഒരു ഭാഗ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ആദ്യം അച്ഛന് ഒരു കപ്പലിന് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു അല്ലെ? അവരെ ആദരിച്ചായിരുന്നു. അന്നേരം 2 പേര് വന്നിട്ടില്ലായിരുന്നു. നമ്മൾ അവരെയും കൂടെ, അവരിപ്പോ ലേറ്റ് ആയിട്ടാണ് വന്നേ. അവരെ അനിയ റെഡിയാണ്. അവര് നമ്മള് രാവിലെ കൊടുത്തായിരുന്നു അല്ലേ? കൺഗ്രാറ്റുലേറ്റ് ചെയ്തായിരുന്നു. പക്ഷെ 2 കപ്പിൾസ് ലേറ്റ് ആയി പോയി. നമുക്ക് അവരെ ഒന്ന് വിളിക്കാണ്ടിരിക്കുന്ന മോശ. ഈ കാണത്തില്ല ശരിക്കും പറഞ്ഞ. അരുൺ ജോസ് വർഗീസ് ആൻഡ് സിബിൽ ബെന്നി, നിങ്ങളാണേ? ഞാൻ വേറെ ആരോ വിളിച്ച പോലെയൊക്കെ റിയാക്ഷൻ തരുന്നേ. നിങ്ങൾ തന്നെയാ വിളിച്ചേ. നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് കൂടാൻ പറ്റിയില്ല. വായോ, എൽദോസ് അച്ഛനെ വിളിക്കുക അവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നിങ്ങളൊന്ന് പോവാണ്ട് ഒന്ന് സൈഡിൽ നിൽക്കാവോ? ഒരാവശ്യം ഉണ്ടായിരുന്നു. താങ്ക് യു. അടുത്തത് നമ്മുടെ സ്വന്തം യൂത്ത് അസോസിയേഷന്റെ സെക്രട്ടറി നിർമ്മൽ. ഇവിടെ ഉണ്ടോ നിർമ്മൽ? നിർമ്മലിന്റെ സഹധർമ്മിണി ആഫി. പോലെ ആയില്ല. രാവിലെ നമ്മള് ഒരു കപ്പിളിനെ കൂടെ നമ്മൾ വിളിച്ചായിരുന്നു. രാവിലെ നമ്മൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്ത കപ്പിൾസ് ഫിമിയും ബേസിൽ, നമ്മുടെ സ്വന്തം ബേസിൽ വരൂ. എന്തൊരു ചാട ഇവിടെ
നിങ്ങളുടെ കല്യാണത്തിനോ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. നിങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എത്രയും വേഗം പള്ളിയിൽ എല്ലാരും വിളിച്ചിട്ട് ഒരു പാട്ട് തരണം. ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പണി തരും. പാട്ട് പാട്ട് വേണ്ട, ലേറ്റ് ആയിപ്പോ അവര് 1 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞു. ലേറ്റ് ആയിപ്പോണ്ട് പാട്ട് വേണ്ട, ഞങ്ങളുടെ പണി നിങ്ങൾ സ്വീകരിച്ചാൽ മതി അല്ലേ അച്ഛ? അതല്ലേ ശരി? ഒരു ചെറിയ പണി കൊടുക്കാം. അതെ അച്ഛനെ ഡാൻസ് കളിക്കണം. നിങ്ങളുടെ ഫസ്റ്റ് ഡാൻസ് ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഫസ്റ്റ് ഡാൻസ് ഓൺ സ്റ്റേജ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അതിന് പൂവിനെ പിടിച്ചോ? ഞാൻ പിടിക്കാം. ഓക്കെ, പക്ഷെ 2 ചുവട് വെക്കാലോ? അതെ, വേണ്ട 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 വേണ്ട. ഇവരെ നമുക്ക് എക്സെപ്ഷൻ ആണ്. പിന്നെ മറ്റേ 2 പേർക്കും പണി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അവർ റെഡിയല്ലേ? ഒരു 2 മിനിറ്റ്സിന്റെ പോലും കാര്യമില്ല. നിങ്ങളുടെ ഫസ്റ്റ് ഡാൻസ് ഓൺ സ്റ്റേജ്. നിതിൻ ആൻഡ് ഗ്രിഗറി നല്ല റൊമാൻറ്റിക് സോങ് ഇട്ട് കൊടുക്കണേ. അയ്യോ, ഞാൻ മാറിയിക്കാം. വേണമെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തോ ഇന്ന സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ്. അച്ഛന്മാർക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ അച്ഛനെ നോക്കി വിഷമിച്ചൊന്നും നിൽക്കണ്ട കേട്ടോ. ഇത് ആക്ച്വലി ഐഡിയ തന്ന ആരാന്ന് അറിയാം? ഏലിയാസ് അച്ഛനാ. ഏലിയാസ് അച്ഛനാ എനിക്ക് പണി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. പൂക്കള് കളക്ട് ചെയ്യേണ്ടതാണ്. അടുത്ത് നമുക്കൊരു കുഞ്ഞു പിള്ളേരുടെ ഒരു ഡാൻസ് എൻജോയ് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ജെസിക്ക, ഹാന ആൻഡ് എൽസ ഓൺ സ്റ്റേജ്. കയ്യടി പോരാട്ടോ. ആൽഫി ഒന്ന് കയ്യടിച്ചേ.
ചിരിങ്ങടെ ഇറങ്ങി നിൽക്കാം. ചിരിങ്ങടെ ഏയ് ചിരിങ്ങടെ ബാക്കിലെ ക്യാമറ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ജിഷാൽ പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ചു. പെണ്ണു വന്ന തക്കിളി ചിക്കിളി കൂട്ടി തക്കിളി കത്തേ തുണുക്കു കമ്മണിയേ നുണുക്കു വിദ്യകളാ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം. തൊടുത്ത പൊങ്കവിളിൽ നനുത്ത കുഞ്ഞിൽ മുത്താരം മുകിലാരം മുത്തമേകണം. നിനക്ക് ഡാൻസ് അറിയോ? ആശ്വാസമായി. ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം. മൈ ബയോളജിക്കൽ നെയിം ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. ഡാൻസ് മാസ്റ്റർ വിക്രം സാർ. ഇത്രക്ക് പോപ്പുളറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അജാറത്ത്.
ആരെ നോക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലാവരും ഒരുപോലെ ചെയ്യുമായിരുന്നു. സാധാരണ ചില ഡാൻസിലൊക്കെ നമ്മൾ നല്ലവണ്ണം കളിക്കുന്ന ഒരാളെ എങ്ങനെ നോക്കിയിരിക്കും, പക്ഷെ ഇത് എങ്ങോട്ട് നോക്കണമെന്ന് അറിയത്തില്ല. അതേ രീതിയിലായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തു. എന്റെ ബേസില് നിങ്ങളുടെയല്ലോ പറയണ ഇപ്പൊ പ്രിയ ഇവിടെ റെഡിയാ. ഇത് പറ്റത്തില്ല. അച്ഛാ നിധി കൂട്ട് നിൽക്കുന്നതിന് നല്ല അച്ഛൻ തന്നെ പാടുന്ന ബാ അച്ഛൻ. നിങ്ങൾ വേറെ തക്കായിരിക്കും ചുമ്മായിട്ട്. ഓ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയ പ്രാണനിലുണരും ഗാനം, അറിയാതെ ആത്മാവിൽ ചിറകുകുടഞ്ഞോരഴകേ, നിറമിഴിയിൽ ഹിമഗണമായി അലിയുകയാണ് വിരഹം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ പ്രാണനിലുണരും ഗാനം. ജന്മങ്ങളാ പുണ്യോദയങ്ങളാ കൈവന്ന നാളുകൾ, കണ്ണീരുമാ കാണാക്കിനാക്കളാ നീ തന്നുരാശകൾ, തിരതല്ലുമേതു കടലായി ഞാൻ തിരയുന്നതേതു ചിറകായി ഞാൻ, പ്രാണന്റെ നോവിൽ വിട പറയും കിളിമകളായി എങ്ങു പോയി നീ. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം, ഓ പ്രിയേ പ്രാണനിലുണരും ഗാനം. വർണ്ണങ്ങളാ പുഷ്പോത്സവങ്ങളാ നീ എൻ്റെ വാടിയിൽ സംഗീതമാ, സ്വപ്നാടനങ്ങളിൽ നീ എൻ്റെ ജീവനിൽ, അലയുന്നതേതു മുകിലായി ഞാൻ അണയുന്നതേതു തിരിയായി ഞാൻ, ഏകാന്തരാവിൽ കനലരിയും കഥ തുടരാം എന്നു പോയി നീ. ഓ പ്രിയേ
പ്രിയേ നിനക്കൊരു ഗാനം. ഓ പ്രിയേ പ്രാണനിലുണരും ഗാനം. അറിയാതെ ആത്മാവിൽ ചിറകു കുടഞ്ഞോരഴകേ നിറമിഴിയിൽ ഹിമഗണമാം അലിയുകയാണീ വിരഹം. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം. ഓ പ്രിയേ പ്രാണനിലുണരും ഗാനം. നമ്മളെ അച്ഛനെ വിളിച്ചു വരുത്തി ഇത്രയും ചെയ്തിട്ട് ഇതാണോ കൈയ്യടി നിങ്ങളെ? നമ്മളിത് കേൾക്കാതെ പോയായിരുന്നെങ്കിൽ എന്തൊരു നഷ്ടമായിരുന്നല്ലേ അച്ഛന്റെ പാട്ടൊക്കെ വിരഹം അമ്മയുടെ കൂടി തീർന്നു എന്ന് ഞങ്ങൾ ഉറപ്പിക്കുകയാണ്. ശരിയല്ലേ? ഇനി നമ്മള് എന്തോ അമ്മായി എന്തേ ഒരു വിഷമം? അച്ഛൻ ഇത് പണ്ട് പാടിയതാണ്, പക്ഷെ അമ്മായി അല്ല, അച്ഛൻ പണ്ട് ഇത് പഠിച്ചതാണ്, പക്ഷെ ഇപ്പൊ ഇത് പാടാത്തത് അമ്മായി വന്നതോടുകൂടി ആ വിരഹം അവിടെ തീർന്നു. ഇപ്പൊ വിരഹമില്ല. അതാണ് നമ്മുടെ അച്ഛൻ. കഥയിൽ ചോദ്യമില്ല. ഇനിയും പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ പാടിയത് വീണ്ടും നമ്മൾ നിർബന്ധിച്ചു. നമ്മുടെ തെറ്റ് സമ്മതിച്ചു. ഇനിയും അച്ഛൻ ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ ദൈവം ഈ കഴിവെല്ലാം കൂടെ ഒന്നിച്ച് അച്ഛന് തന്ന എന്താണെന്ന്. ഒരു ഹിന്ദി പാട്ട്. വിഷമിക്കണ്ട, ജോർജച്ച ഇത് പണിഷ്മെന്റ്. രാവിലെ മുതൽ അച്ഛനെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു ലിസ്റ്റ് കാണാതെ പഠിച്ചിട്ട് വന്നിട്ട് അച്ഛൻ വന്നില്ല. ഞാൻ ഇന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല എന്തൊക്കെ ഡയലോഗ് എന്ന് ഞാൻ പഠിച്ചത് എല്ലാം വിട്ടുപോയി. ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛപാലന കർമ്മത്തിൽ ഏറ്റവും മുഖ്യധാരയിൽ നിൽക്കുന്ന അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിച്ചിട്ട് വന്നതാ. അച്ഛൻ പോലും പറഞ്ഞില്ല ജോർജച്ചൻ വരുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ ജോർജച്ചനെ കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ച് ഡയലോഗ് വെച്ച് വിഷയപ്പെട്ടില്ല. ഇനിയും അച്ഛൻ വരുന്നതിനെപ്പറ്റി ഞങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുത്തായിരുന്നു. അച്ഛൻ വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ എൽത്തോസച്ചനാണ് പറഞ്ഞത്. അച്ഛൻ ജോർജച്ചൻ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനെ കൊണ്ട് ഒരു പാട്ട് പഠിക്കണം. ചേച്ചി അച്ഛനൊന്ന് ചിന്തിച്ചോട്ടെ പാട്ട് ഏതാണ്. അതിന് മുന്നേ നമ്മുടെ ഒരു സ്പോൺസർ അല്ല അച്ഛൻ ചിന്തിച്ചോ ബേസിലായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തോട്ടോ. ഏതാ പാട്ടെന്ന് വെച്ചാ 2 minutes. നമ്മുടെ ഇത്ര പേരുള്ളൂ. നമ്മള് മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്പോൺസേഴ്സിനെ പറ്റി നമുക്ക് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ മെയിൻ സ്പോൺസർ ആയിട്ടുള്ളത് ഐഡിയലിസ്റ്റിക് ഫിനാൻഷ്യൽ സർവീസസ്. ഞാൻ വീണ്ടും ഒന്ന് പറയണം അവരെ പറ്റി. നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഹെൽപ്പാണ് അവർ ചെയ്തത്. സോ അവര് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഷുറൻസ് ആൻഡ് മോർഗേജ് സർവീസസ് ആണ്. സോ നമ്മളിൽ പലരും ഇൻഷുറൻസ് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് ഈ രാജ്യത്ത്. സോ നമ്മളെ അവർ ഹെൽപ്പ് ചെയ്താണ്. സോ നമുക്ക് തിരിച്ചൊരു സർവീസ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു കടമയാണ്. സോ ഇൻഷുറൻസ് എടുക്കാൻ ബാക്കിയുള്ളവരും മോർഗേജ് ഇനി വീട് മേടിക്കാൻ പോകുന്നവരും തീർച്ചയായും അവരുടെ അഡ്വൈസ് തന്നെ എടുക്കണം. സോ നമുക്കിതാണ് അവർക്ക് ഗെറ്റ് ബാക്ക്, നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. സോ നമുക്ക് അവർ അയച്ചു തന്നൊരു വീഡിയോ ഉണ്ട്. അവർക്ക് ടൈം നമ്മളിത് 3 ദിവസം മുമ്പ് പറഞ്ഞുള്ളൂ. അവരത് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റെടുത്തത് ചെയ്തു. സോ അവർക്ക് നേരിട്ട് വരാൻ പറ്റിയില്ല. ഒരു വീഡിയോ ആണ് അയച്ചിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കാണാം. ഞാൻ ഐഡിയലിസ്റ്റിക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സ്ഥാപനം ഞങ്ങൾ കേബിൾ ബേസ്ഡാണ്. ഞങ്ങൾ ചെയ്യുന്ന ആ സ്ഥാപനത്തിൻ്റെ ഒരു അസോസിയേറ്റ് ആണ്, ഒരു പാർട്ണറാണ്. ഞങ്ങൾ ചെയ്യുന്ന സർവീസുകൾ മോർഗേജ്, ഡീമോർഗേജ്, ഇൻഷുറൻസ്, പ്രൈവറ്റ് മെഡിക്കൽ, ഇതിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ സർവീസുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് വളരെ കാര്യക്ഷമമായിട്ട് ഇവിടെ ഒരറ്റം വരെ മറ്റേ അറ്റം വരെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെ ഏത് തരത്തിലുള്ള സർവീസാണ് ആഗ്രഹിക്കുന്നത്, ആ ഒരു സർവീസ് ആ ഒരു 100% ആക്യുറസിയോടുകൂടി ആ ഒരു എഫിഷ്യൻസിയോടുകൂടി വളരെ പ്രൊഫഷണലായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സർവീസിനെ പറ്റി നമ്മൾ തിങ്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എടുത്ത് വെച്ചിരിക്കുന്നവരുണ്ടാവും, ഒരു മോർഗേജിനെ പറ്റി ഒരു റിമോർഗേജ് ചിന്തിക്കുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു നല്ല ബ്രാൻഡാണ് ഐഡിയലിസ്റ്റിക്. തീർച്ചയായിട്ടും ഇതിനകത്തിരിക്കുന്ന പലരോടും വളരെ ഹമ്പിളായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ചിലപ്പോൾ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ കൊടുക്കുന്ന ഓരോ കനിയും, നിങ്ങൾ കൊടുക്കുന്ന ഓരോ പ്രീമിയമായിട്ട് കൊടുക്കുന്ന ഓരോ കനിയും
നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ അത് തിരിച്ചറിയുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എടുത്തിരിക്കുന്ന ഒരു അൺസർട്ടൻ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിനും അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ബാധ്യത ഉണ്ടാതിരിക്കാനാണ് നമ്മൾ അതൊക്കെ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എടുത്ത ഈശ്വരൻ്റെ ഉത്തരവാദിത്വം അത് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുമോ, അത് ഏത് അളവിലാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത്, തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക. ഇനി പുതുതായിട്ട് എടുക്കുന്നതാണെങ്കിൽ അത് പുതുതായിട്ട് എടുക്കുക. അത് തീർച്ചയായിട്ടും എങ്ങനെ വേണമെന്നുള്ളത് ഞങ്ങളെപ്പോൾ ഒരു പ്രൊഫഷൻസിനെ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ കൂടെ ആയപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഇടവനത്തിൽ ഈ വളരെ ഭക്തിസാന്ദ്രമായിരിക്കും ഈ ദിവസത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് കാണുമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി സാധിച്ചില്ല. എങ്കിലും നിങ്ങളോട് ഈ ഒരു മെസ്സേജ് തരാൻ തീർച്ചയായിട്ടും ഞാൻ താല്പര്യപ്പെടുകയാണ്. നന്ദിയോടെ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ ആശംസ നേർന്നുണ്ട്. ശരി. അതൊന്ന് ചോദിച്ചോട്ടെ, എല്ലാരും റാഫിൾ എടുത്തായിരുന്നോ? നമുക്ക് ഈ ലോട്ട് എടുത്താലോ റാഫിളിന്റെ? അയ്യോ, ആരും ഇവിടെ ഇല്ലാന്ന് മനസ്സിലായി. റോജന ലോട്ട് എടുത്താലോ? അഞ്ചൽ ചേച്ചി, ജോർജു കൗണ്ട് ചെയ്തില്ല. റാഫിൾ എടുത്തിട്ടില്ലാന്ന്. സാറിന് ചേട്ടാ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, ഫുള്ളി പ്രിപ്പയർഡാ. അപ്പൊ നമുക്ക് റാഫിളിന്റെ ലോട്ട് എടുക്കാം അല്ലേ? ഇവിടെ ഇത്ര പേരോട് എനിക്കറിയാം, റെസ്പോൺസ് അത്ര ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എടുക്കാല്ലേ അച്ഛാ? നമ്മുടെ റാഫിൾ ഇത്രയും ഉത്തരവാദിത്തോടു കൂടി എല്ലാ വർഷവും കൈകാര്യം ചെയ്യുന്നത് വിൻഷേട്ടൻ തന്നെയാ. ഇത്തവണ അത് മാറ്റമൊന്നുമില്ല, വിൻഷേട്ടൻ തന്നെയാണ് അത് ഏറ്റവും ഭംഗിയോടെ ചെയ്തത്. നമ്മുടെ ഈ റാഫിളിന്റെ കാര്യം പറയുമ്പോൾ അനിയെ ഓർമ്മപ്പെടുത്തിയ പോലെ എല്ലാ പ്രാവശ്യവും നമ്മളുടെ പ്രിയപ്പെട്ട ബിനിച്ചേട്ടനാണ് ആ കാര്യം കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വളരെ പ്ലീസിംഗ് ആയിട്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് ചെന്ന് തന്നെ ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം അതിന് നേതൃത്വം നൽകിയാണ്. ഇതാരും ഒന്ന് ചുമതലപ്പെടുത്തിയ ഒരു കാര്യമല്ല, അത് സ്വമേധയാ അത് നമ്മുടെ പള്ളിയുടെ ഒരു അനുഗ്രഹത്തിനായിട്ട് ആ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ആണ് അത് നിവർത്തിക്കുന്നത്. ഇതേപോലുള്ള ആളുകളാണ് നമ്മളുടെ പള്ളിയുടെ അനുഗ്രഹം. അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് പ്രവർത്തിക്കുവാനായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രചോദനമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ബിനിച്ചേട്ടനെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഇപ്പോൾ റാഫിളിന്റെ നറുക്കെടുപ്പ് ഇവിടെ നടത്തപ്പെടുകയാണ്. പ്രൈസസ് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് ഇപ്പോൾ സ്റ്റേജിലേക്ക് കടന്നു വരണം. നമുക്ക് റാഫിളിന് 4 പ്രൈസ് ഉള്ളേ. നമുക്ക് ഇത്തവണ അച്ഛ നമ്മുടെ റാഫിൾ ടിക്കറ്റ് അമ്മച്ചിനെ കൊണ്ട് എടുപ്പിച്ചാലോ? അമ്മച്ചി വായോ? അല്ല, അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അമ്മച്ചിയുടെ അടുക്കിലേക്ക് അത് കൊണ്ടുവരികയാണ്. നമുക്ക് ആദ്യം 4th പ്രൈസ് എടുക്കാം അല്ലേ? 4th പ്രൈസിൽ അങ്ങോട്ട് പോവാം. Number 21 to 25. Number 21 to 25. ആരെങ്കിലും ഉണ്ടോ? ആരാ? അച്ഛാ, അമ്മച്ചി അങ്ങോട്ട് കൊടുത്താലേ പ്രൈസ് കൊടുക്കാം. എല്ലാരും ഒന്ന് കൈയടിച്ചോട്ടോ. അതെന്റെ അബദ്ധം. ഞാനാ 4th പ്രൈസ്. എല്ലാവരും ഒന്ന് കൈയടിച്ച പ്രിയപ്പെട്ട ഇലിയാസ് അച്ഛൻ ഇപ്പോൾ പ്രൈസ് കൈമാറുന്നതാണ്. അടുത്ത പ്രൈസ് പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ നൽകും. എടുത്തോളൂ.
അടുത്ത പ്രൈസ് അതിൽ നിന്ന് എടുത്തോ ഒരെണ്ണം. Number 16 to 20. എല്ലാരും ഒന്ന് നോക്കിയാരെ ആ പോക്കറ്റിൽ നിന്ന് എടുത്ത്. ഇനി റോഞ്ചല്ല. ഞാൻ 5 എടുത്തിട്ടുണ്ട്. 16 to 20. നമ്പർ 16 to 20. അലക്സ് ബാക്ക് സ്റ്റേജിൽ നിന്ന് അലക്സ് ഏട്ടൻ. Come Alex. Come. Alex. പ്രൈസ് അടിച്ച് പ്രിയപ്പെട്ട ജോർജ് കുട്ടി അച്ഛൻ അലക്സിന് പ്രൈസ് നൽകുന്നു. അടുത്ത ലോട്ട് സെക്കൻഡ് പ്ലേസിന് വേണ്ടി ബിനുചേട്ടൻ ഒന്ന് എടുക്കണം. അല്ല, ബിനുചേട്ടൻ ഇല്ലാണ്ടൊരു റാഫിൾ നിഷ്കളങ്കമായ എല്ലാം കറക്റ്റാ. Number 51 to 55. Number 51 to 55. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു എന്റെ പരിപാടി. ബിങ്കോ പമ്പറവനാ. ഇനി നീ പരിസരത്ത് വന്നേക്കരുത് കേട്ടോ. അതെ അതെ. ഇനി ഒരെണ്ണം കൂടെ ഇല്ലേ? ഫസ്റ്റ് പ്രൈസ് നമ്മുടെ വികാരിയച്ഛൻ തന്നെ എടുത്താലോ? അതിന് അത്യാവശ്യമില്ല. ലേറ്റ് ആയിട്ട് വന്നു നമ്മുടെ ജോബ്. അച്ഛന്മാർക്ക് പരാതി ഇല്ലല്ലോ അല്ലേ? അച്ഛൻ കള്ളക്കളി പറ്റില്ല. Number 101 to 105. വിനു ഏലിയാസ്. ആദ്യം മേളിലിട്ട് പോയി. എല്ലാവരും കൈയടിച്ച്. Thank you so much അച്ഛന്മാരെ. ഒന്നും കൂടെ അതുപോലെ നമ്മുടെ വേറൊരു ഗെയിമിൽ അനു കുര്യാച്ചൻ അനു ചേച്ചി ബിസ്ക്കറ്റ് ഗെയിമില് നമ്മുടെ യങ്സ്റ്റേഴ്സ് കളിച്ചതിൽ വിജയിച്ചത് അനുശേഷിയാണ്. അനുശേഷിക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നു. ബേസിൽ ക്ലെൻറോത്തസ് ഇവിടെ ഉണ്ടോ? പുതിയ കൊച്ചി ബേസിൽ ജിസ്മി. എന്നാ ജിസ്മി ചേച്ചി ബേസിലറിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. ആരെങ്കിലും പറഞ്ഞോ? ഇവയാണെങ്കിലും കുഴപ്പമില്ല.
ഡാൻസ് കളിച്ച് ബാക്കിലേക്ക് ഇറങ്ങി ഡാൻസ് ചെയ്യണം. ഇതിനകത്ത് കിട്ടുന്നില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ബാക്കിലേക്ക് ഇറങ്ങി. മുട്ടും മോഹം മുട്ടും തട്ടും ദാഹം നോക്കി നിന്ന കണ്ണും കണ്ണും പിടിവിടും കാലം പെണ്ണായാൽ കണ്ണിലുണ്ട് താളം പെണ്ണിന്റെ നടനടയ്ക്ക് താളം പെൺപൂവിൻ ഇതളിലുണ്ട് താളം പെൺമോഹം അഴകി തഴുകി താളം ചിരിപ്പു താളം നടപ്പു താളം പെൺമഴക്കടിച്ചാലും താളം നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ എന്റെ രാധേ നീ വരൂ താരെ പൂക്കും വനമലരായി കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ മാകഴിയേ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയേ മാകഴിയേ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയേ ഞാൻ ശിവാ എന്റെ മച്ച
നിറച്ച നോക്കാം. സുഭാഷ് സുഭാഷ് നമ്മളുടെ ഇടവക ദിനത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇടവക ചെറിയ ഇടവകയാണെങ്കിൽ തന്നെയും അതൊരു വലിയ കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരു ഇടവകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതേപോലുള്ള പ്രോഗ്രാംസ് നമ്മൾ നടത്തുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഒത്തിരി കഷ്ടപ്പാടുകളുണ്ടെങ്കിൽ തന്നെയും ദൈവമക്കളെല്ലാവരും ഒരേ മനസ്സോടെ ഒരേ കൂട്ടായ്മയോടെ വളരെ ശ്രമകരമായ രീതിയിൽ ആ കാര്യങ്ങളിലെല്ലാം ഇടപെടുകയാണ്. അതൊരു വലിയ അനുഗ്രഹമാണ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ന് ഇവിടെ ഈ ആനുവൽ ഡേ നടക്കുമ്പോൾ നമ്മുടെ ഇടവക മുഴുവൻ അത് ആരും തന്നെ മാറി നിൽക്കാതെ, ഒന്നോ രണ്ടോ കുടുംബങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളാണ്. പക്ഷെ എങ്കിൽ തന്നെയും ഭൂരിഭാഗം കുടുംബങ്ങളും ആളുകളും നമ്മുടെ ഇടവകയോട് ചേർന്ന് വളരെ ഭംഗിയായ രീതിയിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ നന്ദിയോടുകൂടെ, നിങ്ങൾ എളിയ ശുശ്രൂഷ എന്ന നിലയിൽ നന്ദിയോടുകൂടെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പള്ളി ഭരണസമിതി അംഗങ്ങൾ ഒരേ മനസ്സോടെ ഈ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയാണ്. ട്രസ്റ്റിയും സെക്രട്ടറിയും അതേപോലെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും. എല്ലാത്തിനും ഉപരിയായിട്ട് ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട എലിയാസ് അച്ഛനും പ്രിയപ്പെട്ട ജോർജ് കുട്ടി അച്ഛനും ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ പോലെ, ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയ പോലെ, നമ്മുടെ ഇടവകയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ ഇവിടെ ഭംഗിയായിട്ട് നടക്കുകയാണ്. നമുക്കറിയാം, ചെറുതും വലുതുമായ രീതിയിൽ ഇതിനോട് സഹകരിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ വനിതാ സമാജത്തിന്റെ ഫുഡ് സ്റ്റാള് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയ പോലെ കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ രീതിയിലുള്ള ഭക്ഷണം അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവര് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. അതിന് പുറകില് ഒത്തിരി പേര് അതിന് നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് അതിന്റെ നേതൃത്വം നൽകുന്ന കൗണ്ടറിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നമ്മുടെ സിബി ചേച്ചിയാണ്. പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു. ആ സിബി ചേച്ചിയോട് ചേർന്ന് വനിതാ സമാജത്തിന്റെ പ്രവർത്തകർ എല്ലാവരും അത് വളരെ ഭംഗിയായ രീതിയിലേക്ക് കൈകാര്യം ചെയ്യുവാൻ അവർക്ക് സാധിച്ചു. പ്രത്യേകിച്ച് ന്യൂകാസിലിൽ നിന്ന് അവർ വന്നപ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യം ആണ്, ഇത് വളരെ ഒരു പുതുമയുള്ള ഒരു കാര്യമായിട്ട് അവരുടെ പള്ളിയിലും ഇത് ആനുവൽ ഡേ വരുമ്പോൾ ഇത് കൊണ്ടുവരുന്നതായിട്ട് അവർക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് പോകുന്നത്. അപ്പൊ അത്രമാത്രം വളരെ ഭംഗിയായ രീതിയിൽ ആ കാര്യങ്ങൾ വനിതാ സമാജത്തിന്റെ പ്രവർത്തകര് അത് നിർവഹിച്ചതിന് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. നമ്മുടെ പരിപാടികൾ വളരെ അതൊരു കൊഴുപ്പാർന്ന രീതിയിൽ അത് ആങ്കർ ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ ജസ് ചേച്ചിയും അതേപോലെ പ്രിയപ്പെട്ട അനിയയും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തകരെ പ്രത്യേകമായിട്ട് അത് ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇതിന്റെ കാര്യങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ യൂത്ത് അസോസിയേഷന്റെ മക്കളാണ്. എനിക്ക് തോന്നുന്നത്
അവര് ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിക്കുന്നവരുണ്ട്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും നമ്മുടെ പള്ളിയുടെ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും ഒരുമിക്കുന്ന ഒരു മനോഭാവം അതൊരു വലിയ അനുഗ്രഹമാണ്. ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1:30 മണിയായി അവരിവിടുന്ന് പോകുമ്പോൾ വെളുപ്പിന്. കാരണം ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ഇവിടെ മദ്ബഹ സെറ്റ് ചെയ്യാനും പ്രിയപ്പെട്ട യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരും കമ്മിറ്റി അംഗങ്ങളിൽ ചിലരും എല്ലാവരും അതിന് നേതൃത്വം നൽകിയതിനെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളിലും എല്ലാ ദൈവമക്കളുടെയും സാന്നിധ്യം അതിലുണ്ടായിരുന്നു. അവസാനമായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ റമിയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഈ വർഷത്തെ കോർഡിനേറ്ററായിട്ട് കമ്മിറ്റിയിൽ നിന്ന് തെരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ട റമി അത് വളരെ ഭംഗിയായ രീതിയിൽ ചിട്ടയായ പ്രോഗ്രാം അച്ചടക്കത്തോടെ അത് നിർവഹിച്ച് അത് പ്രിയപ്പെട്ട ആംഗേഴ്സിന് അത് കൊടുത്തു. അവരുടെ പണി അതുകൊണ്ട് അത് എളുപ്പമായിരുന്നു. വളരെ ഭംഗിയായ രീതിയിൽ ആ കാര്യങ്ങൾ ചിട്ടയോടെ പ്രിയപ്പെട്ട മകള് നിർവഹിച്ചു. പ്രത്യേകമായിട്ട് നന്ദിയും സ്നേഹവും വളരെ താല്പര്യത്തോടുകൂടി അറിയിക്കുന്നു. എല്ലാവരിനുപരിയായിട്ട് നമുക്കറിയാം എല്ലാവരെയും നമുക്കത് എടുത്തു പറയുമ്പോൾ എല്ലാവരെയും പറയേണ്ടതുണ്ട്. പക്ഷേ നമുക്കതിന്റെ പരിമിതി ഉണ്ടെങ്കിൽ തന്നെയും ചെറുതും വലുതുമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും അതിന്റെ ഡാൻസ് കളിച്ചവരും പാട്ടുപാടിയവരും അങ്ങനെ എല്ലാ ചെറുതും വലുതുമായ ആരും മാറി നിൽക്കാതെ ഇതിനോട് ചേർന്ന് നിന്നു എന്നതാണ് അതൊരു വലിയ അനുഗ്രഹമാണ്. എല്ലാം കൊണ്ടും ഈ ഒരു സ്പിരിറ്റ് നല്ലൊരു കൂട്ടായ്മ നമ്മുടെ ഇടവക അത് മുമ്പോട്ട് വളരെ ഭംഗിയായ രീതിയിൽ മുമ്പോട്ട് പോകുവാനും ക്രൈസ്തവ സാക്ഷ്യത്തിൽ സഭയുടെ അനുഗ്രഹത്തിൽ സഭയുടെ ആ ഒരു വളർച്ചയിൽ നമ്മുടെ ഇടവക ഭാഗമാക്കാവാനും നമുക്ക് ഈ നമ്മുടെ കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇന്ന് ഭക്ഷണം തന്ന നമുക്ക് വളരെ ഭംഗിയായ രീതിയിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. അത് പ്രിയപ്പെട്ട സിജു അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ വർഷവും നമുക്ക് ഭക്ഷണത്തിനുള്ള ക്രമീകരണം ചെയ്ത് നമ്മുടെ റോയൻ ചേട്ടനും അതേപോലെ കിഷോറേട്ടനും അവരാണ് അത് ചുമതലപ്പെടുത്തിയത്. വളരെ നല്ല ഭക്ഷണ ക്രമീകരണമായിരുന്നു. നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്കറിയാം നമ്മളുടെ ഏത് പ്രോഗ്രാം അത് നന്നായിട്ട് തീരണമെങ്കിൽ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ തന്നെയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും വലിയ കാര്യമാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ എലിയാസ് അച്ഛനും അതേപോലെ നമ്മുടെ മീഡിയ ബേസിലുമാണ്. അവര് വളരെ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് നമ്മുടെ ആനുവൽ ഡേയിലെ ഈ എലിയാസ് അച്ഛന്റെ ആ ഒരു സർവീസ് വളരെ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വളരെ ഭംഗിയായ രീതിയിൽ ആ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കുന്നു. ഞാനിത് പറഞ്ഞു വന്നത് ഇതൊന്നും ആരെയും ചുമതലപ്പെടുത്തി ചെയ്യുന്ന ഒന്നല്ല. താങ്കൾ ഇത് ചെയ്യ് അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യ് എന്ന് പറഞ്ഞ് ആരെയും ചുമതലപ്പെടുത്തുന്നതല്ല. അല്ല, അവർ വളരെ സ്വമേധയാ അത് ആരും പറയാതെ തന്നെ അത് നമ്മളുടെ പള്ളിയുടെ ഒരു പ്രവർത്തനമാണ്, നമ്മുടെ പള്ളിയുടെ ഒരു കാര്യമാണല്ലോ എന്ന് കരുതി അവരറിഞ്ഞ് സമർപ്പണത്തോടെ ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു. അച്ഛനോട് ചേർന്ന് പ്രിയപ്പെട്ട ബേസിലും ആ കാര്യങ്ങൾ നമ്മുടെ മീഡിയ ബേസിൽ ബേബി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, മീഡിയ ബേസിൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ. അതുകൊണ്ടാണ് അച്ഛൻ മീഡിയ ബേസിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബേസിലും അതിൽ ചേർന്ന് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നു. നന്ദിയോടുകൂടി ഓർക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ കലാപരിപാടിയാണ് അല്ലെ, തീർന്നു, പരിപാടികളെല്ലാം തീർന്നു. എങ്കിൽ തന്നെയും ഒരു ചെറിയ ഒരു DJ പോലെയുള്ള ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും ഫോട്ടോ എടുത്ത്, കഴിഞ്ഞ പ്രാവശ്യം അതുണ്ടായിരുന്നു, നമ്മളുടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പിരിയുന്ന ആദ്യം ഫോട്ടോ എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യം ഫോട്ടോ സെഷനാണ്. വന്നിരിക്കുന്ന എല്ലാവരും അതിന്റെ കാര്യങ്ങളൊന്ന് ഗൈഡ് ചെയ്ത് പറഞ്ഞോളൂ. അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് നമുക്ക് DJ യോടുകൂടി പരിപാടികൾ അവസാനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ക്രമീകരിക്കാം.